എല്ലാവർക്കും ടെക്ലേ മനസ്സിലായി. സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നത്തിങ് ഫോൺ 2A പ്ലസ് എന്ന് പറഞ്ഞ ഫോണിനെ കുറിച്ചാണ്. സോ ഈ സ്മാർട്ട് ഫോൺ നമുക്ക് ജൂലൈ 31 ഇന്ത്യയിൽ ലോഞ്ച് ആവും. ഇതിൻ്റെ ഒരുമാതിരി ലീക്കും ഇതിൻ്റെ സ്പെക്കൊക്കെ ഒരുമാതിരി ലീക്ക് ആയിട്ടുണ്ട്. സോ ഞങ്ങൾക്ക് സ്പെക്കും കാര്യങ്ങളൊക്കെ നോക്കാം എങ്ങനെയുണ്ടെന്ന്. സോ നത്തിങ്ങിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ നത്തിങ് ഇപ്പോൾ മോസ്റ്റ്ലി ഒരു 15,000 തൊട്ട് 30,000 റേഞ്ചിൽ മോസ്റ്റ്ലി എല്ലാ പ്രൈസ് റേഞ്ചിലും ഫോണുകളുണ്ട്. ഇപ്പോൾ 20,000 താഴെ ആണെങ്കിൽ CMF ഫോൺ ഉണ്ട്, 25,000 രൂപയാണെങ്കിൽ നത്തിങ് ഫോൺ 2A ഉണ്ട്, ഒരു 30 തൊട്ട് അങ്ങോട്ട് മേളിലിട്ട് നത്തിങ് ഫോൺ 2 വരുന്നുണ്ട്. ഒരു ഫോൺ ഇല്ലാത്ത 25,000 തൊട്ട് 30,000 രൂപ പ്രൈസ് റേഞ്ചിലാണ്. ആ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ ആയിരിക്കും വരാൻ പോകുന്നത്. നത്തിങ് ഫോൺ 2A പ്ലസ് ആണ് വരാൻ പോകുന്നത്. ഇത് വലിയൊരു അപ്ഗ്രേഡ് അല്ല. നത്തിങ് ഫോൺ 2A എന്നുള്ള ഫോണിന്റെ ചെറിയ ചെറിയ അപ്ഗ്രേഡ് മാത്രമേ ഉള്ളൂ. ഒരു 3 അപ്ഗ്രേഡാണ് ശരിക്കും മാക്സിമം ആയിട്ട് വരുന്നത്. ഡിസൈൻ വൈസ് നമ്മൾ നോക്കുവാണെങ്കിൽ സെയിം ആണ്. നത്തിങ് ഫോൺ 2A സെയിം ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. 7.9 mm തിക്നെസ് വരുന്നുണ്ട്, 192 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. പ്ലാസ്റ്റിക് ബാക്കാണ്. ഫ്രെയിമിന്റെ കാര്യത്തിൽ സംശയമുണ്ട്, കാരണം ട്രെയിലറും അതിന്റെ പോസ്റ്ററിലൊക്കെ പറയുന്നത് പറഞ്ഞാൽ മെറ്റാലിക് ഫിനിഷിനൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ മെറ്റൽ ഫ്രെയിം വരുവാണെങ്കിൽ ബെറ്റർ ആയിരിക്കും, ഇതോടെ പ്രീമിയം ഫീൽ നമുക്ക് കിട്ടും. പിന്നെ IP64 റേറ്റിംഗ് വരുന്നുണ്ട്. ഡിസ്പ്ലേ ആയിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ സെയിം ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. നമുക്ക് നത്തിങ് ഫോൺ 2A സെയിം ഡിസ്പ്ലേ തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. 6.7 ഇഞ്ചിന്റെ ഒരു ഫുൾ HD പ്ലസ് ഫ്ലാറ്റ് 120 ഹെർട്സിന്റെ 10-bit AMOLED പാനലാണ് വരുന്നത്. 1300 നിറ്റ്സ് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 240 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ്, ഗോറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ, അണ്ടർ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ. സോ സെയിം ഡിസ്പ്ലേ ആണ്, അടിപൊളി ഡിസ്പ്ലേ ആണ് വരുന്നത്. ഓഡിയോയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ്. ഹെഡ്ഫോൺ ജാക്കും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കിട്ടുന്നതുകൊണ്ട് തന്നെ നല്ല മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ആയിരിക്കും. പ്ലസ് AMOLED പാനലും കൂടി ആയതുകൊണ്ട് തന്നെ പെർഫോമൻസിന് നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെയാണ് ഒരു ഫസ്റ്റ് അപ്ഗ്രേഡ് വന്നേക്കുന്നത്. ഇവിടെ നമുക്ക് MediaTek Dimensity 7350 ആണ് കിട്ടുന്നത്. 4 nanometer പ്രോസറാണ്. വേറെ ഒന്നുമല്ല, Dimensity 7200 അൾട്രയുടെ ഒരു ഓവർക്ലോക്ക്ഡ് വെർഷനാണിത്. വലിയ ഒരു പുതിയ പ്രോസറൊന്നും അല്ല. നമ്മുടെ 7200ന്റെ കോർ ക്ലോക്ക് അല്ലെങ്കിൽ പെർഫോമൻസ് സ്കോർ 2.8 GHz ആയിരുന്നു. അതിവിടെ 3 GHz ആക്കിയിട്ടുണ്ട്. GPU 1230 MHz എന്നുള്ളത് 1300 ആക്കിയിട്ടുണ്ട്. ഇതാണ് അതിന്റെ ഡിഫറൻസ് വന്നേക്കുന്നത്. സോ ബെറ്റർ പെർഫോമൻസ് നമുക്ക് കിട്ടും ഓവറോൾ ആയിട്ട് നോക്കുമ്പോൾ. സോ നമുക്കിവിടെ LPDDR5 റാമാണ് വരുന്നത്. ഇവിടെ UFS 2.2 ആണോ അല്ലെങ്കിൽ UFS 3.1 ആണോ എന്നൊരു സംശയമുണ്ട്. പിന്നെ പെർഫോമൻസിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം Dimensity 7200 അൾട്ര നല്ലൊരു പെർഫോമൻസ് ചെയ്യുന്ന ഒരു പ്രോസറാണ്, നല്ല സ്റ്റേബിൾ ആണ്. സോ അതിനേക്കാൾ ഇച്ചിരി ബെറ്റർ പെർഫോമൻസ് കൂടെ കിട്ടും. നെക്സ്റ്റ് നമ്മൾ OSന്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ നത്തിങ് OS ആണ് വരുന്നത്. 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 4 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണ്. നത്തിങ് OS നമുക്കറിയാം നല്ല ക്ലീൻ UI ആണ്. ആഡ്സോ അപ്ലോഡ്വേഴ്സോ കാര്യങ്ങളൊന്നും ഇല്ല, അടിപൊളിയായിരിക്കും. പിന്നെ ടൈമിലി അപ്ഡേറ്റ്സ് നമുക്ക് എന്തായാലും കിട്ടും. പിന്നെ ക്യാമറ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ചെറിയ അപ്ഗ്രേഡ് വന്നിട്ടുണ്ട്. ബാക്ക് ക്യാമറയിലല്ല, സെൽഫി ക്യാമറയിലാണ്. ബാക്കിൽ നമുക്ക് പ്രൈമറി ഒരു 50 മെഗാപിക്സൽ f1.8 ആപ്സ് വരുന്ന പ്രൈമറി സെൻസറാണ്. OIS വരും. 4K 30 FPS ആയിരിക്കും. സെക്കൻഡറി 50 മെഗാപിക്സൽ അൾട്രോഡ് തന്നെയാണ് വരുന്നത്. പിന്നെ സെൽഫിയുടെ കാര്യത്തിലാണ് ഒരു അപ്ഗ്രേഡ് വന്നേക്കുന്നത്. നമുക്ക് നത്തിങ് ഫോൺ 2A 32 മെഗാപിക്സൽ എന്നുള്ള സെൽഫി ക്യാമറ ഇവിടെ നമുക്ക് 50 മെഗാപിക്സൽ ആക്കിയിട്ടുണ്ട്. സോ അതൊരു ചെറിയൊരു അപ്ഗ്രേഡ് തന്നെയാണ് വരുന്നത്. സോ ക്യാമറ പെർഫോമൻസ് അത്യാവശ്യം നല്ല തന്നെയാണ്. നെക്സ്റ്റ് നമ്മൾ ബാറ്ററി നമ്മൾ നോക്കുകയാണെങ്കിൽ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. ഇവിടെ ഒരു അപ്ഗ്രേഡ് വന്നിട്ടുണ്ട്. നേരത്തെ 45 വാട്ട്സ് നമുക്കിവിടെ 50 വാട്ട്സ് ആയിട്ടുണ്ട്. പിന്നെ ഒരു പ്രശ്നം, ബോക്സിൽ ചാർജർ കിട്ടൂല, പുറത്തുനിന്ന് വാങ്ങിക്കണം. സോ അറിയാമല്ലോ. പിന്നെ നമുക്ക് 0 to 100% ഒരു 20 മിനിറ്റ് കൊണ്ടൊക്കെ ആവും. സോ ബാറ്ററി കപ്പാസിറ്റി ചാർജിങ് നല്ലതാണ്. ബോക്സിലും കൂടി ചാർജർ കൊടുക്കുകയായിരുന്നെങ്കിൽ ഇച്ചിരി ബെറ്റർ ആയേനെ. നെക്സ്റ്റ് കണക്ടിവിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ 5G ആണ്, Wi-Fi 6, Bluetooth 5.3, NFC എന്തായാലും കാണാം, USB Type-C 2.0. സോ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. ഇനി പ്രൈസും വേരിയന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ 2 വേരിയന്റ് ആണ് വരുന്നത്. 8GB 256, 12GB 256. ഞാനൊരു എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 26,000 തൊട്ട് 29,000 രൂപയാണ്. ഈ പ്രൈസിന് കുറച്ച് ഫോണുകൾ വരാനുണ്ട്. iQOO Z9S എന്ന് പറഞ്ഞ ഫോൺ വരാനുണ്ട്. പിന്നെ iQOO Z9S Pro ആ റേഞ്ചൊക്കെ ഫോൺ വരുന്നുണ്ട്. പിന്നെ Moto Edge 50 വരുന്നുണ്ട്. സോ നമ്മൾ പെട്ടെന്ന് പോയി എടുക്കണ്ട, ഇച്ചിരി വെയിറ്റ് ചെയ്യുക. ഒരു ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് കഴിഞ്ഞിട്ടൊന്ന് ഈ റിവ്യൂസ് ഒക്കെ ഒന്ന് കണ്ടിട്ട് എടുത്താൽ മതി. ഓടിച്ചാടിയും പോയി എടുക്കണ്ട, കാരണം ഫോൺസ് ഇച്ചിരി വരാനുണ്ട്. സോ നമുക്ക് അതൊക്കെ വെച്ചൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഈ ഫോൺ എവിടെ നിൽക്കുന്നുള്ളതെന്നൊക്കെ. സോ നിങ്ങൾ സജഷനും കാര്യങ്ങളൊക്കെ താഴ്ന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾ ഈ ഫോണിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ, നിങ്ങൾക്ക് ഈ സ്പെക്കൊക്കെ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ താഴ്ന്ന് കമന്റ് ചെയ്യുക. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദ ബെൽ ഐക്കൺ, ഫ്യൂച്ചർ വീഡിയോ നോക്കി നെക്സ്റ്റ് വീഡിയോ കാണാം.